നെടുങ്കയം കോളനിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അമിത് മീണയും പി.വി. അബ്ദുൽ വഹാബ് എം.പിയും കോളനിയെ ഡിജിറ്റലായി പ്രഖ്യാപിച്ചു. ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ച ഫോണുകൾ ഉപയോഗിച്ച് കോളനി നിവാസികൾക്ക് ഇനി ഇടപാടുകൾ നടത്താം. ഇതിനായി കോളനിയിലെ കമ്മ്യൂണിറ്റി സെന്ററിൽ വൈഫൈ സ്ഥാപിച്ചിട്ടുണ്ട്. കോളനി നിവാസികൾ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് 5 രൂപയും കളക്ടർ തിരിച്ച് 25 രൂപയും നിക്ഷേപിച്ച് ആദ്യത്തെ ഇടപാട് നടത്തി. ഡിജിറ്റൽ ട്രാൻസാക്ഷൻ സാധാരണ സിറ്റിയിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ഡെവലപ്ഡ് ഏരിയയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇന്ന് നമുക്ക് അത് ട്രൈബൽ കോളനിയിൽ വന്നിട്ട് ഇവിടെ നമ്മുടെ ആദിവാസി ആൾക്കാർ ട്രാൻസാക്ഷൻ നടത്തി. ഇത് വളരെ അച്ചീവ്മെന്റ് ടൈപ്പ് ഓഫ് ഫീലിംഗ് വാസ് ദർ. സൻസദ് ആദർശ് ഗ്രാമ യോജനയിൽ ഉൾപ്പെടുത്തി പി.വി. അബ്ദുൽ വഹാബ് എം.പി ദത്തെടുത്ത ഗ്രാമമാണ് നെടുങ്കയം കോളനി. നമ്മുടെ NSSന്റെ കുട്ടികളുടെ കൂടെ ഈ EMA കോളേജിൽ അവരെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബേസിക് ഇത് കൊടുത്തത്. അത് ഞങ്ങൾ സാഗിയുടെ ഒരു ഭാഗമായിട്ട് പ്രോജക്റ്റായിട്ട് ക്യാഷ്ലെസ് എൻ്റെ മലപ്പുറം ഡിജിറ്റൽ മലപ്പുറം എന്നുള്ള ക്യാമ്പയിൻ ഞങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. 90ഓളം കുടുംബങ്ങളിൽ 27 കുടുംബങ്ങൾക്കാണ് ഇവിടെ സ്മാർട്ട് ഫോൺ ഉള്ളത്. അല്ലാത്തവർക്ക് സാധാരണ ഫോൺ വഴിയും ഇടപാടുകൾ നടത്താം. പരിശീലനം ലഭിച്ചിട്ടുണ്ടെങ്കിലും എത്രമാത്രം ഡിജിറ്റലാകാൻ കഴിയുമെന്ന ആശങ്ക ഇവർ പങ്കുവച്ചു. നമുക്ക് അത് ബുദ്ധിമുട്ടേ തോന്നുന്നു, കാരണം നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. ആപ്ലിക്കേഷൻ എടുക്കണം, പിന്നെ അതിൽ നമ്പർ അടിക്കണം, നമ്മൾ പൈസ കൊടുക്കാനുള്ള ആളെ ഫോൺ നമ്പർ കിട്ടണം. എന്നാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ കൊടുക്കാനുള്ള പൈസ അയാളുടെ അക്കൗണ്ടിലെത്തും. മറ്റു കോളനികളിലേക്ക് കൂടി പദ്ധതി വ്യാപിപ്പിക്കാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. മീഡിയ 1 മലപ്പുറം.